ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നോമ്പ് തുറക്കാൻ വളരെ എളുപ്പത്തിലും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബോണ്ട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ തട്ടുകടയിൽ നിന്നും കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള ബോണ്ടയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നാൽ മതി. ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ മസാല ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക, കൂടി പോകാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് സമയം അടച്ച് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ തീർന്നു പോയതുകൊണ്ടാണ് മല്ലിയില ഇട്ട് കൊടുക്കാൻ. ആ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഈ ഒരു മസാലയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ മാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മൈദ മാവും കടലമാവും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് വെള്ളം മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഒരു കട്ട പോലും ഇല്ലാത്ത രീതിയിൽ മിക്സാക്കി എടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ബാറ്റർ റെഡിയാക്കുന്ന ഒരു സമയം കൊണ്ട് നമ്മുടെ പൊട്ടാറ്റോ മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ ഞാൻ മുഴുവനായിട്ടും ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും ഉരുളകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലോട്ട് ഈ ഓരോ ഉരുളകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ഉരുളകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാവ് ഇതിൻ്റെ മുകളിലാക്കിയിട്ട് ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് കോരിയെടുക്കുക. എന്നിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ 3 എണ്ണവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തട്ടുകട സ്റ്റൈൽ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ബോണ്ട നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ബോണ്ടയാണ്. നമുക്കിതിന് കുറേ സമയമൊന്നും വേണ്ട. ഇതുപോലെ മസാല റെഡിയാക്കിയിട്ട് ഇതുപോലെ ഒരു ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയേ വേണ്ടൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്